വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് ഉണ്ടാക്കാനാ. അപ്പം ഞാൻ ഒരു 4 അച്ച് ബെല്ലം ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പാനിൽ വീത്തണം. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. കുറച്ച് നനച്ച് വെച്ചിട്ടുണ്ട്. നനച്ചിട്ട് വെച്ചാണ് അത് നമ്മൾ കൂട്ടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ബെല്ലത്തിൽ അതുപോലെ കുറച്ച് നാളികേരം, ഒരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ചെരുകിയത്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കിത് ശരിയാക്കണം. പിന്നെ ഒരു കുറച്ച് കപ്പലണ്ടി, വെല്ലം അരിച്ചെടുക്കണുണ്ട്, അല്ലെങ്കിൽ അതിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അതുപോലെ കുറച്ച് ഈന്തപ്പഴം, ഒരു 4-5 ഈന്തപ്പഴം ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്, അതിടുന്നു. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് അത് സ്നാക്കാക്കി ഉണ്ടാക്കണം. ഞാൻ ഇതിന് 4 അച്ച് ബെല്ലം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതെടുക്കാം കേട്ടോ. അവിലൊക്കെ നന്നായി ഉടയണം. ഈന്തപ്പഴമൊക്കെ വെറുതെ തിന്നാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനായിട്ട് സാധിക്കും. ചെറിയ കുട്ടികൾക്ക് നല്ലതാണ്. ഇതിൽ കപ്പലണ്ടിയും പിന്നെ ഈന്തപ്പഴം, അവില്, നാളികേരം ഒക്കെയല്ല ചേർത്തേക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് നല്ലത് തന്നെയാണ്. അവില് നന്നായി ഉടയണം, അല്ലെങ്കിൽ നമുക്കത് ഉണ്ടയാക്കാനായിട്ട് പറ്റില്ല. നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് എന്നിട്ടുണ്ടാക്കാന്ന് ടെൻഷനാണ്. അപ്പോൾ ഇതധികം ഇപ്പോൾ ചിലവൊന്നുമില്ല. അവിലൊക്കെ വീട്ടിലുണ്ടാവും, കപ്പലണ്ടി നാളികേരമൊക്കെ വീട്ടിലുള്ളതല്ല. പിന്നെ കൂടുതൽ ഈന്തപ്പഴ, അതിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ മേടിച്ച് വയ്ക്കില്ല. അപ്പോൾ അതിനൊരു 5-6 എടുത്തിട്ട് ചെയ്താൽ മതി. അതുപോലെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാനും പറ്റും. നമ്മൾ പാനിൽ നിന്ന് ചൂടാറാൻ വെച്ച സ്നാക്കിൻ്റെ കൂട്ട് നന്നായി തണുത്തു. പിന്നെ നമ്മളത് ഓരോ ഉണ്ടകളാക്കിയിട്ട് എടുക്കാം. ചെറിയ ചെറിയ ഉണ്ടകളാക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇതിൽ നെയ്യ് കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യൊക്കെ ചേർത്താൽ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലതാണ്. അപ്പം ഞാൻ നെയ്യൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. അതുപോലെ നട്ട്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏത് നട്ട്സ് വേണമെങ്കിൽ ഇതിലിടാം നമുക്ക്. നമ്മുടെ സ്നാക്ക് തയ്യാറായി. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളാം. അതുപോലെ ഇപ്പോൾ അതിൽ നെയ്യൊക്കെ കൂട്ടിയാൽ നല്ലതാണ്. ഇതിൽ ഞാൻ ഇപ്പോൾ നെയ്യ് കൂട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് കൂട്ടാം. അതുപോലെ നട്ട്സുകൾ
അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പിസ്തയൊക്കെ ഇതിൽ ചേർക്കാം. അതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും അത് വീട്ടിൽ ചെയ്ത് വയ്ക്കോളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.